കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. എന്റെ കയ്യിലിരിക്കുന്ന 5 ലക്ഷത്തിൽ കണ്ണുവെച്ച നീ ഇതൊക്കെ പറയുന്നെങ്കിൽ അതിന്ന് ഒരു നയാ പൈസ ഞാൻ എടുക്കത്തില്ല. അമ്മ ഞങ്ങളെ കൈ ഒഴിയരുത്. അമ്മ വിചാരിച്ച ആ വീടും ബസ്സും ഞങ്ങൾക്ക് വാങ്ങി തരാൻ പറ്റും. അമ്മേ, ഞങ്ങളെ കൈ വെടിയരുത്. അമ്മേ സൂക്ഷിച്ച് നിക്കണേ, ചിലപ്പോ കാല് കാര്യം. നീ പോടി അവിടുന്ന്. എഴുന്നേക്കടി. എന്തിനാ അമ്മ എണീക്കാൻ പറഞ്ഞേ? തന്നിഷ്ടത്തിനെടുത്ത് ചെലവാക്കാനുള്ള കാശല്ലത്. 10,000 1000 അല്ല, 5 ലക്ഷമാ. ഗിരി അതിന്റെ അവകാശി. അവനോട് ചോദിച്ചിട്ട് അവന്റെ അഭിപ്രായം പോലെ ചെയ്യാനേ എനിക്ക് കഴിയൂ. അത് മതി. എന്നാ അമ്മ വെച്ച് താമസിപ്പിക്കണ്ട, അവനെ വിളിച്ച് ചോദിക്കേ. വാമേ, ഇപ്പൊ തന്നെ വിളിക്കാം. തിടുക്കപ്പെട്ട് ഇപ്പൊ ഒന്നും ചെയ്യണ്ട അമ്മേ. ഗിരിയേട്ടനെ നമുക്ക് സാവകാശം വിളിക്കാം. ഗിരിയെ വിളിക്കാൻ നിനക്കെന്താ എത്ര ബുദ്ധിമുട്ട്? അതെ, അളിയനെ വിളിക്കുന്നതിന് സുമയത്തിനാ എതിർക്കുന്നേ? എനിക്ക് എതിർപ്പൊന്നുമില്ല. പിന്നെന്താ പ്രശ്നം? 5 ലക്ഷം കയ്യിൽ കിട്ടിയ ഉടനെ വീടും വസ്തുവും വാങ്ങിച്ചോട്ടെ എന്ന് ഗിരിയേട്ടനോട് ചോദിക്കുന്നത് ശരിയാണോ? അങ്ങനെ ആര് ചോദിക്കുന്നു? അതെ, അങ്ങനെ ആര് ചോദിക്കുന്നു? എന്റെ കുഞ്ഞിനോടൊന്ന് സംസാരിക്കണമെന്നും അവന്റെ ശബ്ദം കേൾക്കാൻ കൊതിയാവുന്നു അമ്മ പറയാൻ തുടങ്ങിയിട്ട് നാള് കുറയായി, അല്ലേ അമ്മേ? അത് ശരിയാ. ഗിരിയെ വിളിക്കുന്നത് അതിനാ. കൂട്ടത്തിൽ എനിക്കൊന്ന് സംസാരിക്കണം. എനിക്കും. എന്താ എതിർപ്പുണ്ടോ നിനക്ക്? അത് പിന്നെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് എടുക്കണ്ട. വാ അമ്മേ, വാ. ഇപ്പൊ തന്നെ ഗംഗയോട് പറഞ്ഞ് നമുക്ക് ഗിരിയെ വിളിക്കാം. വാ വാ അമ്മേ. അമ്മേ അമ്മേ അമ്മേ. മോളെ, മോളെ ഗിരി ഒന്ന് വിളിക്ക്. അത് ഗിരിയപ്പ വിളിക്കുന്നത് ഒരു കാര്യം ചോദിക്കാനാ. എന്ത് കാര്യം ചോദിക്കാനമ്മേ? മോള് തന്ന 5 ലക്ഷത്തിന്റെ കാര്യം അവനോടൊന്ന് പറയണ്ടേ? അതമ്മേ ഗംഗ പറഞ്ഞോളും. നീ മിണ്ടാതിരിക്ക്. അഭിപ്രായം ചോദിക്കുമ്പോ പറഞ്ഞാ മതി. മോളൊന്ന് വിളിക്ക്. പണം മോള് തന്നാണെങ്കിലും എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് അവനാണല്ലോ. അതൊന്ന് ചോദിക്കാനാ. അത് ചോദിക്കാൻ ഗിരി എന്തിനാ വിളിക്കുന്നത്? പിന്നെ എന്ത് ചെയ്യും? അത് ഞാൻ അമ്മയുടെ കയ്യിലല്ലേ തന്നത്. അതെന്ത് ചെയ്യണമെന്ന് ഗിരിയെ വിളിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെലവാക്കാം. ആ കേട്ടല്ലോ, ഇപ്പൊ അമ്മയ്ക്ക് സമാധാനായോ? അങ്ങനെ പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാ ഗംഗ. എന്നാലും ഒരെന്നാലും ഇല്ല. ആ 5 ലക്ഷം കൊണ്ട് എന്ത് ചെയ്യണോന്ന് അമ്മ തനിച്ച് തീരുമാനിച്ചാൽ മതി. അതെ, നിന്റെ കാതടഞ്ഞിരിക്കുന്നില്ലല്ലോ.
പറഞ്ഞതെല്ലാം കേട്ടല്ലോ. പിന്നെ ഇനി അതും ഇതും പറയരുത്. ഗിരിയോട് വിളിച്ച് ചോദിച്ചാലും എന്റെ തീരുമാനം പോലെ ചെയ്യാനേ പറയൂ. അവനങ്ങനെ പറയൂ. ഒരു തീരുമാനമായല്ലോ. ഇനി അമ്മ വാ. മോളെ, ഇനി കഴുകാൻ തുണി വല്ലതുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴുകിത്തരാം. ഇനി എന്തോന്ന് പ്രശ്നം? ഗംഗ സമ്മതം പറഞ്ഞാ അത് ഗിരി പറഞ്ഞതിന് തുല്യ. അമ്മ വാ ഇങ്ങോട്ട്. വാ അമ്മേ. വാ മനുഷ്യ. രക്ഷപ്പെട്ടു. തൽക്കാലം. മല പോലെ വന്നത് എലി പോലെ പോയി. പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? ആ 5 ലക്ഷം കൊണ്ട് ചേച്ചി വീടും വസ്തു വാങ്ങാൻ പോവാ. എന്തെങ്കിലും ചെയ്യട്ടെ. അമ്മ വാങ്ങിട്ട് പെട്ടെന്ന് കാര്യം സാധിച്ചിട്ട് പോവാളേന് ചുമ്മാ അവിടെ കിടന്ന്. സമയം പോയി. വിട. എന്താ അമ്മേ? ഗംഗ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറയാനുള്ള അവകാശവും ഉണ്ട്. പിന്നെന്താ ഒരു സംശയം? അമ്മ എന്നോടൊരു വാക്ക് ചോദിച്ചോന്ന് നാളെ എന്റെ മുഖത്ത് നോക്കി അവൻ ചോദിച്ചാ ഞാൻ എന്തു പറയും? അങ്ങനെ ഒരിക്കലും ചോദിക്കില്ല. എന്താ ഇത്ര ഉറപ്പ്? ഇത്രയും ദൂരം ഗൾഫിൽ കിടക്കുന്ന അളിയൻ എങ്ങനെയാ നാളെ അമ്മയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ അളിയ ഇന്ന് രാത്രിയെങ്കിലും എത്തണ്ടേ? എന്നാലല്ലേ നാളെ മുഖത്ത് നോക്കി ചോദിക്കാൻ നോക്കൂ. ഓ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. അമ്മേ, അവൻ അങ്ങനെയൊന്നും അമ്മയോട് ചോദിക്കില്ല. നിന്റെ കാര്യം സാധിച്ചെടുക്കാനുള്ള തിടുക്കം കൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ എനിക്ക് അവനോട് സംസാരിച്ചൊരു തീരുമാനം എടുത്തേ പറ്റൂ. അല്ലാതെ ആ കാശ ഞാൻ തൊടില്ല. മാറങ്ങോട്ട്. എല്ലാം ഒത്തു വന്നതാ. ദാ ഫോൺ കിട്ടും. വാങ്ങോട്ട്. എല്ലാരും കൂടെ തിരിച്ചു വരുന്നു. എന്തോ കുഴപ്പമുണ്ട്. ചേച്ചി എന്തോ പണി വെച്ചെന്ന് തോന്നുന്നത്. മോള് പറഞ്ഞതിനെ അവഗണിച്ചതല്ല. പക്ഷേ ഗിരിയുടെ അഭിപ്രായം കൂടി അറിഞ്ഞാലേ എനിക്കൊരു സമാധാനം കിട്ടും. അതുകൊണ്ട് മോളെ, ഗിരി ഒന്ന് വിളിക്ക്. ഒന്ന് വിളിച്ചു കൊടുക്ക്. അമ്മയുടെ പരവേശം ഒന്ന് മാറട്ടെ. വിളിക്കും മോളെ. അത് അങ്ങോട്ട് വിളിക്കാൻ ഗിരിക്ക് ഫോണില്ല. കേട്ടല്ലോ. അമ്മ വാ ഇങ്ങോട്ട്. വാ. ഒന്ന് അടങ്ങും സുലോയനെ. നിനക്കിപ്പോ വീടും വസ്തുവും വാങ്ങണം, അതാണ് നിന്റെ മനസ്സില്. എനിക്ക് അങ്ങനെയല്ല. ഈ 5 ലക്ഷത്തിന്റെ സ്ഥാനത്ത് 50 ലക്ഷം ആയാലും ഞാനിത് കാര്യമായിട്ട് എടുക്കത്തില്ല. അവന്റെ അഭിപ്രായം ചോദിക്കുന്നതിലുപരി എനിക്ക് എന്റെ കുഞ്ഞിന്റെ ശബ്ദം ഒന്ന് കേൾക്കണം. അമ്മയെന്നുള്ള അവന്റെ വിളിയൊന്ന് കേട്ട് എന്റെ നെഞ്ചൊന്ന് തണുപ്പിക്കണം. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ 5 ലക്ഷം അടക്കി പിടിച്ചോണ്ടിരിക്കാൻ എനിക്ക് ഒരാഗ്രഹവും ഇല്ല. പെറ്റ വയറിനെ പേറ്റുന്നോവിന്റെ വേദന അറിയും. അവന്റെ കാര്യം ഓർത്ത് എന്റെ നെഞ്ചും കൂടി കിടന്ന് പിടയ്ക്കുക. അതറിയോ നിനക്ക്? മോളെ, എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനെ ഒന്ന് വിളിച്ചതാ. അവന്റെ ശബ്ദം എനിക്കൊന്ന് കേൾക്കാന്. അമ്മ, കൂട്ടുകാരുടെ ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് ഗിരിയേട്ടൻ ഗംഗയെ വിളിക്കുന്നത്. അത് പക്ഷേ എല്ലാ ദിവസവും വിളിക്കാറുമില്ല. അവധി ദിവസം വരുമ്പോഴേ ഇങ്ങോട്ട് വിളിക്കൂ. അവിടുത്തെ അവധി ദിവസം വെള്ളിയാഴ്ചയാ. അത് നാളെയാ. അമ്മ, ഇന്നൊരു ദിവസം അമ്മ ക്ഷമിക്കേ. നാളെ എന്തായാലും അവൻ വിളിക്കുമല്ലോ. നാളെ അവനോട് അമ്മയ്ക്ക് ഇഷ്ടം പോലെ സംസാരിക്കാം. നാളെ വിളിക്കുമല്ലോ അല്ലേ മോളെ? കേട്ടില്ലേ? ശരിയേ, വാ. അമ്മയോട് ഇപ്പൊ തന്നെ സത്യം പറയാം. അതാ നല്ലത്. ഇനി അമ്മയോട് ഗംഗയായിട്ട് സത്യം പറഞ്ഞാൽ അമ്മയുടെ സർവ്വ നിയന്ത്രണം വിട്ടുപോകും. പിന്നെ എന്തൊക്കെ സംഭവിക്കുന്നു ഈശ്വരന് പോലും പറയാൻ പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യും? വാര്യർ സാറിനെ അമ്മയ്ക്ക് നല്ല ബഹുമാനോ. അതുകൊണ്ട് എന്താ? സാറിനെ നമുക്ക് ഇങ്ങോട്ട് വരുത്താം. ഉള്ള സത്യാവസ്ഥ വാര്യർ സാറിനെ കൊണ്ട് അമ്മയോട് പറയിപ്പിക്കാം. എന്താ? എനിക്കൊന്നും അറിയാൻ വയ്യ. സുമ പറയുന്നത് പോലെ ചെയ്യാം. എന്നാ ഞാൻ പോയി ഫോൺ എടുത്തിട്ട് വരാം.
എന്തുണ്ട് ഗംഗ വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നോ? എന്ത് സുഖം. ഒരു മനസ്സമാധാനം ഇല്ലാത്ത ജീവിതോ എന്റേത്. ഗിരിയെ കുറിച്ച് എന്തെങ്കിലും? ഒരു വിവരവും ഇല്ല. അങ്കിളുണ്ടോ അവിടെ? ഉണ്ട്. എന്താ ഗംഗ? നീ അങ്കിളിന് ഫോണൊന്ന് കൊടുക്ക്. ആ കൊടുക്കാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അച്ഛനാ ഫോൺ. ആരാ? ഗംഗയാ. അവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ഹലോ അങ്കിൾ, ഞാൻ ആകെ ടെൻഷനില്ല. എന്താ മോളെ? ഉമേ, ഉമേ, ഒന്നിങ്ങോട്ട് വന്നേ. മോള് വിഷമിക്കാതെ കാര്യം പറ. അങ്കിള് കൊണ്ടുവന്ന പണത്തിന്റെ പേരിൽ ഞാൻ ഇവിടെ വെട്ടിലായിരിക്കുക. എന്താ ഉണ്ടായേ? ആ പണം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഗിരിയോട് ചോദിക്കാനിരിക്കുക അമ്മ. ഗിരിയെ വിളിച്ചു കൊടുക്കാൻ അമ്മ ആവശ്യപ്പെട്ടപ്പോ തൽക്കാലം ഞാൻ ഒഴിഞ്ഞു മാറി. നാളെ ഗിരിയെ വിളിച്ചു കൊടുക്കണമെന്ന് അമ്മയും സുലോചന ചേച്ചിയും കർശനമായിട്ട് പറഞ്ഞിരിക്കുക. ഞാൻ എന്താ ചെയ്യണ്ടേ? ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോ നാളെ അത്യാവശ്യമായി അങ്കിൾ ഇവിടം വരെ ഒന്ന് വരണം. നാളെ ബുദ്ധിമുട്ടാണല്ലോ മോളെ. അവധിയെടുക്കാൻ ഒരു നിർവാഹവും ഇല്ല. എന്താ ഇപ്പൊ ഇത്ര അത്യാവശ്യം? ഗിരിയുടെ കാര്യത്തിൽ നാളെ എനിക്ക് സത്യാവസ്ഥ തുറന്നു പറഞ്ഞേ പറ്റൂ. അതോടെ എന്നെ അവരടിച്ചിറക്കും. അമ്മയോട് അങ്കിള് വന്നൊന്ന് സംസാരിച്ച ഒരു പക്ഷേ എന്നെ അവര് പറഞ്ഞു വിടാതിരിക്കും. നാളെ ഒരു ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്ക്. മറ്റന്നാ ഞാൻ അവിടെ എത്തിയിരിക്കും. ഉറപ്പാ മോളെ. നോക്കട്ടെ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഗംഗ എന്തിനാ അച്ഛനെ വിളിച്ചതെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. എന്തു പറ്റി? അച്ഛന്റെ മുഖം വല്ലാതിരിക്കുന്നല്ലോ. ഗംഗ അവിടെ വീണ്ടും പ്രശ്നത്തിൽപ്പെട്ടിരിക്കുക. അച്ഛൻ കാര്യം തെളിച്ച് പറ. ഗിരിയെ ഫോണിൽ വിളിച്ചു കൊടുക്കണമെന്ന് ദാക്ഷായണിയും മോളും കൂടി ഗംഗയോട് ആജ്ഞാപിച്ചിരിക്കുക. ആകെ കുഴപ്പമായല്ലോ. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ആവശ്യപ്പെടാൻ എന്താ കാരണം? അതിനിപ്പോ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. അവര് തമ്മിൽ വിളിയും പറച്ചിലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഗംഗ അവിടെ പിടിച്ചു നിൽക്കുന്നത്. അത് സത്യമാണോ എന്ന് അറിയാനുള്ള തന്ത്രമായിരിക്കും അവരുടേത്. ഞാൻ നാളെ ചെന്ന് ഉള്ള സത്യാവസ്ഥ അവരോട് സംസാരിക്കണമെന്ന് പറയാനാ ഗംഗ വിളിച്ചത്. അച്ഛൻ നാളെ പോണം. ഞാൻ കൂടെ വരാം. എനിക്ക് നാളെ ഒരു കാരണവശാലും ലീവ് എടുക്കാൻ പറ്റില്ല. അത് ഞാൻ ഗംഗയോട് പറഞ്ഞു. പിന്നെന്തെയും? പോകാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല. അതെനിക്കും അറിയാം. മറ്റന്നാ ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ചെന്ന് സംസാരിച്ചാലും പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും പോയി സംസാരിക്കണം. ആ തള്ളയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ അവരവളെ അവിടെ നിന്ന് പുറത്താക്കും. വീണ്ടും അവളുടെ ഗതി അധോഗതിയായല്ലോ. ബാഹുലിയും സൗദാമിനിയും കൂടി ഇനി ഗംഗയെ അങ്ങോട്ട് കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംശയം വേണ്ട, അങ്ങനെ സംഭവിക്കൂ. പിന്നെ എന്ത് ചെയ്യും? അങ്ങനെയെങ്കിൽ ചിന്തിക്കാൻ വരട്ടെ. ഞാൻ ചെന്ന് സംസാരിച്ചാൽ ദാക്ഷായണി അനുസരിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ എന്നെ അങ്ങോട്ട് വിളിച്ചത്. സംസാരിച്ചു നോക്കാം. അവരനുസരിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അല്ലെങ്കിൽ അവരെ അടക്കി നിർത്താനുള്ളൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. വരച്ച വരയിൽ ദാക്ഷായണിയെ ഞാൻ നിർത്തും. പിന്നീട് ഒരിക്കലും അവൾ ഗംഗയെ ഉപദ്രവിക്കില്ല. ഞാൻ പറഞ്ഞതൊക്കെ അമ്മ കേട്ടില്ലെന്നുണ്ടോ? ഞാൻ എല്ലാം കേട്ടു. എന്നിട്ടെന്താ അമ്മ ഒന്നും പറയാത്തത്? ഞാൻ എന്തു പറയാനാ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കും അറിയാവുന്നല്ലേ. അതൊക്കെ എനിക്കറിയാം. എന്നിട്ടാണോ 5 ലക്ഷം നിനക്ക് വേണോന്ന് പറയുന്നത്? എന്നാലല്ലേ അമ്മ ആ വീടും വസ്തുവും വാങ്ങാൻ പറ്റും. പിന്നെ ഈ വീട്ടിലെ കടങ്ങളൊക്കെ എങ്ങനെ വീട്ടും? ഈ വീടും വസ്തു ഈട് കൊടുത്തിട്ടാ ബ്ലേഡുകാരനോട് കൊള്ള പലിശയ്ക്ക് കാശെടുത്തിരിക്കുന്നത്. അല്ലാതെ ഇഷ്ടം പോലെ കടമുണ്ട്. അതൊക്കെ എങ്ങനെ വീട്ടും? അതൊക്കെ ഗിരി വീട്ടും.
അങ്ങനെയുള്ള ബാധ്യത അവന്റെ ചുമലിലേക്ക് വിട്ടുകൊടുത്തില്ലെങ്കിലേ കിട്ടുന്നത് മുഴുവനും അവളും അവനും കൂടെ ദൂർത്തടിക്കും. നീ ഈ പറയുന്നത് പോലെ അവൻ അങ്ങനെ ദൂർത്തടിക്കുന്നവനല്ല. എങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. നിനക്ക് നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ ചിന്ത. നിനക്ക് താഴെ കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന രണ്ടെണ്ണം ഉള്ള അതുങ്ങളെ ആരുടെ കൂടെയെങ്കിലും ഇറക്കി വിടണ്ടേ? സുനന്ദയെ വല്യേട്ടന്റെ വീട്ടിൽ നിർത്തിയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല. ഒരാൾ ഇവിടെ നിന്ന് മാറി നിന്ന് അത്രയും ചെലവ് കുറഞ്ഞിരിക്കും. അതോർത്തിട്ടാ അവക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടും ഉന്തി തള്ളി അങ്ങോട്ട് വിട്ടെ. ഞാനും ചേട്ടനും ഇവിടുന്ന് മാറിയാ അത്രയും ഭാരം മാറി കിട്ടുമല്ലോ. അയ്യോ, നിങ്ങൾ ഇവിടുന്ന് പോയാലും ചെലവ് കുറയാനൊന്നും പോകുന്നില്ല. അതെന്താ? തിന്നാനും കുടിക്കാനും നേരമാകുമ്പോ നിങ്ങൾ രണ്ടാളും ഇവിടെ കാണും. അമ്മ കളിയൊക്കെയാണോ? കാര്യമായിട്ടാ ഞാൻ പറഞ്ഞേ. പവിത്രൻ അധ്വാനിച്ചുണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഈ ജന്മം നീ എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിയർപ്പിന്റെ അസുഖമല്ലേ അവന്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാ ഞാൻ ഇവിടുന്ന് മാറണമെന്ന് തീരുമാനിച്ചത്. ഇവിടെ ഇങ്ങനെ താമസിക്കുമ്പോഴാ വേലനങ്ങാതെ ചേട്ടനെ തിന്നാൻ കിട്ടുന്നത്. ഇവിടുന്ന് മാറിയാ അധ്വാനിച്ചുണ്ടാക്കിയല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അമ്മ മനസ്സ് വെച്ചാലേ എൻ്റെ ജീവിതം രക്ഷപ്പെടൂ. അതിനമ്മ എതിരൊന്നും പറയരുത്. നീ പറയുന്ന പോലെ ഞാൻ നാളെ ഗിരിയോട് സംസാരിക്കാം. ഞാനായിട്ട് എതിര് നിൽക്കുന്നില്ല. പക്ഷേ 5 ലക്ഷവും നിനക്ക് തരാൻ അവൻ വിസമ്മതം പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? അവനെന്നെ വലിയ കാര്യമാ അമ്മേ. അതുകൊണ്ട് അവൻ വിസമ്മതമൊന്നും പറയൂല. പറഞ്ഞാലോ? അമ്മ നിർബന്ധിക്കണം. കാര്യങ്ങൾ പറഞ്ഞ് അവനെ മനസ്സിലാക്കി കൊടുക്കണം. ചേച്ചിക്കൊരു അടിസ്ഥാനം ഉണ്ടാക്കി കൊടുക്കുന്നതിന് അവൻ എതിരൊന്നും പറയൂല. എന്നെ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത അവനുണ്ടല്ലോ. ഞാൻ പറഞ്ഞു നോക്കാം. അവൻ ഏനക്കേട് കാണിച്ച ഗംഗയെ കൊണ്ട് സംസാരിപ്പിക്കാം. അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തോളാൻ ഗംഗ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവളുടെ ഭാഗത്തു നിന്ന് എതിർപ്പൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഗംഗ പറഞ്ഞ അവ അനുസരിക്കും. എന്തായാലും അവൻ നാളെ വിളിക്കട്ടെ. ദൈവമേ, ഇതൊന്ന് നടന്നാ മതിയായിരുന്നു. അമ്മ എന്തെങ്കിലും ചോദിച്ചോ? ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയില്ല. അമ്മയും ചേച്ചിയും കൂടെ കണക്കുകൂട്ടലുകളൊക്കെ നടത്തുക. എന്ത് കണക്കുകൂട്ടൽ? നാളെ ഗിരിയേട്ടൻ വിളിക്കുമ്പോൾ എന്തൊക്കെ പറയണമെന്നുള്ള ആലോചനയില്ല അമ്മയും ചേച്ചി. ഈശ്വര, നാളെ ഒരു ദിവസം കൂടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മറ്റന്നാൾ വാര്യർ സാർ വന്ന് അമ്മയോട് സംസാരിച്ചേനെ. അങ്ങനെ സംഭവിച്ചാലും എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. സോളമ ചേട്ടനെ വിളിച്ച് നാളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാലോ? എന്തിന്? എന്തെങ്കിലും പറഞ്ഞ് അമ്മയൊന്ന് സമാധാനിപ്പിക്കാൻ. ആര് വന്ന് സംസാരിച്ചാലും കള്ളമല്ലേ പൊളിയാൻ പോകുന്ന. ഞാൻ ചതിക്കുകയാണെന്ന് മനസ്സിലായ അമ്മയ്ക്ക് ഒരിക്കലും എന്നോട് പൊറുക്കാൻ കഴിയില്ല. അത്രയ്ക്ക് വലിയ തെറ്റാ ഞാൻ ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ തെറ്റ് ചെയ്തത് ഗംഗയല്ല, ഞാനാ. ഞാൻ പറഞ്ഞിട്ടല്ലേ ഗംഗയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. കുറ്റം ഞാൻ ഏറ്റെടുക്കാം. അമ്മയോട് പറയാൻ ഇതൊന്നും ഒരു പരിഹാരമല്ല. 5 ലക്ഷത്തിന്റെ പേരിലെങ്കിലും അമ്മ ഗംഗയോട് ക്ഷമിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പൊ അതും ഇല്ലാതായി. എനിക്ക് വയ്യ ഇങ്ങനെ തീ തിന്ന്. ഞാൻ അമ്മയോട് സത്യം പറയാൻ പോവാ. അബദ്ധം കാണിക്കല്ലേ. നാളെ എന്തായാലും എല്ലാം പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് നാളത്തേക്ക് കാത്തിരിക്കാതെ ഇപ്പൊ അങ്ങോട്ട് ചെന്ന് എല്ലാം പറഞ്ഞ ചിലപ്പോ അമ്മ ക്ഷമിച്ചാലോ? ക്ഷമിച്ചില്ലെങ്കിലോ? ഈ രാത്രി തന്നെ ഗംഗയെ പുറത്താക്കും. ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. എന്തായാലും നേരം വെളുക്കട്ടെ. ഗിരിയുടെ നാളെ എങ്ങോട്ട് വിളിക്കുമെന്ന് വെറുതെ പറഞ്ഞതാണെങ്കിലും ചിലപ്പോ അങ്ങനെ സംഭവിച്ചാലോ? അവസാന നിമിഷം ഈശ്വരൻ അങ്ങനെയുള്ള കരുണ നമ്മളോട് കാണിച്ചാൽ എല്ലാം മാറി മറിയില്ലേ? അത്ഭുതം സംഭവിച്ചു കൂടുന്നില്ലല്ലോ. വിളിക്കും. ഗിരിയുടെ നാൾ വിളിച്ചിരിക്കും.
അമ്മേ, ഗിരി വിളിച്ചോ അമ്മേ? ഇതുവരെ വിളിച്ചില്ല. ഞാനേ 2-3 തവണ ഗംഗയോട് ചോദിച്ചു, വിളിക്കാനാണെങ്കിൽ ഇതിനകം വിളിച്ചേനേന്ന്. ചിലപ്പോ ഒന്നിടവിട്ട ആഴ്ചകളിലെ വിളിക്കുമെന്നാ സുമൻ പറഞ്ഞ്. അവിടുന്ന് വിളിക്കുമ്പോഴേ ഒരുപാട് കാശാകും അത്രേ. അതുകൊണ്ട് ഗൾഫിൽ പോയവരാരും വിളിക്കാതിരിക്കുകയാണോ? ഇന്ന് വിളിച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ച എന്തായാലും വിളിക്കും എന്നാര് പറഞ്ഞു? സുമം. അയ്യോ അമ്മേ, അതുവരെ കാത്തിരിക്കാൻ ഒരു കാരണവശാലും പറ്റൂല. വീടും വസ്തുവും കാണാൻ ഞാനും ചേട്ടനും കൂടി ചെന്നപ്പം ഉടമസ്ഥൻ തീർത്ത് പറഞ്ഞു വൈകിട്ട് അഡ്വാൻസ് കൊടുക്കണമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോകുന്നത്. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 50,000 അഡ്വാൻസ് കൊടുത്താലോ അമ്മേ? ഗിരിയോട് ചോദിക്കാതെയോ? ഗിരിന്ന് വിളിച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ചയല്ലേ വിളിക്കുള്ളൂ. അതൊരു അഡ്വാൻസ് കൊടുക്കാതിരുന്ന ആ വീട് കയ്യിൽ നിന്ന് പോവും. എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അതേ തുടരണമെങ്കിൽ ഗിരിയുടെ അനുവാദം കിട്ടണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അമ്മേ? ഞാൻ ആ വീട് ഒരുപാട് മോഹിച്ചു പോയി. അമ്മേ, അവ ഇങ്ങോട്ട് വിളിക്കുന്നത് നോക്കി നമ്മൾ എന്തിനാ കാത്തിരിക്കുന്നത്? പിന്നെ എന്ത് ചെയ്യും? അവന് ഫോണില്ല. കൂട്ടുകാരുടെ ഫോണിൽ നിന്ന് അവൻ ഇങ്ങോട്ട് വിളിക്കുന്നേ. ഫോണിന് നമ്പരും ഒന്നും ഇല്ലാത്തപ്പം നമുക്ക് അങ്ങോട്ട് വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റും. എങ്ങനെ വിളിക്കും? നിനക്ക് വട്ട. അമ്മയ്ക്ക് അവനോട് സംസാരിച്ചാ പോരെ? ആ മതി. അതിന് മാർഗമുണ്ട്. ആറ്റുനോറ്റ് വളർത്തിയ തന്തേം തള്ളേം തള്ളിക്കളഞ്ഞിട്ട് കണ്ടവന്റെ പുറകെ കയറും പൊട്ടിച്ചു പോകാൻ നിൽക്കുന്ന ഇവളെ പോലുള്ള പെൺപിള്ളേര് ഇവിടെ അനുഭവം കണ്ട് പഠിക്കണം. എല്ലാ ചോദ്യങ്ങളും ഉയരുന്നത് ഇവളുടെ ആത്മാഭിമാനത്തിന് നേരെയാണ്. ജന്മം കൊടുത്ത തന്തേം തള്ളേം കുരുതി കൊടുത്തവളാ ഇവള്. ഈശ്വരൻ പോലും ഇവളോട് പൊറുക്കില്ല. എല്ലാ ചൂണ്ടുവിരലുകളും ഉന്നമിടുന്നത് ഇവളുടെ നിലനിൽപ്പിനെയാണോ? അത്രയ്ക്ക് അപരാധിനിയാണോ ഈ കുട്ടി? എന്നെങ്കിലും ഇവളുടെ ദിവസം വരാതിരിക്കില്ല. അതെ, ഗംഗ ഒരു നാൾ വരും. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ.